ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ രാത്രി 9 മണി. എന്തുകൊണ്ട് ഇപ്പോൾ തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു, കുറേ കാലങ്ങൾക്ക് ശേഷം. അപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു, കാരണം നിങ്ങളെ കാണിച്ചിട്ട് കുറേ കാലമായില്ലേ. ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് പലർക്കും അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. ഉണക്കച്ചെമ്മീൻ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു മൊരിച്ച് വെച്ചേക്കണു. നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് അതിൻ്റെ പരുവെന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു വീഴും. പിന്നെ ഇതിനൊന്നും തലയില്ലാത്തത് എൻ്റെ അപ്പൻ മണിക്കൂറുകളോളം ഇരുന്ന് തല കളഞ്ഞതാണ്. അതുകൊണ്ടാണ് ഒന്നിനും തലയില്ലാത്തത്. നാട്ടിൽ നിന്ന് കൊണ്ടിരുമ്പോൾ വെയിറ്റ് കുറയുമല്ലോ. പക്ഷേ എത്ര ചെമ്മീനായാലും മണിക്കൂറുകൾ എടുത്തിട്ട് അവിടെ കളഞ്ഞേ. അപ്പോൾ ചെമ്മീൻ ഇതേപോലെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്രൈൻഡറിൽ അങ്ങോട്ട് ഒരു അടിക്കുക. ഗ്രൈൻഡറും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഗ്രൈൻഡർ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഈ മിക്സിക്ക് എത്രയാ 2.25 കിലോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സവോള, മുളക്, പുളി, അതേപോലെ തേങ്ങ, നേരത്തെ കാണിച്ച തേങ്ങ, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പിലപ്പൊടി, ഉപ്പ്, ഇച്ചിരി ജിഞ്ചർ പൊടി, ഇഞ്ചി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഒരു ഇച്ചിരിക്കോളം സൺഫ്ലവർ ഓയിൽ. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ പറയുന്ന ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളാണ്. കാരണം ക്യാരറ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഞെരുകാൻ വേണം, ഒരു പുളി. അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ നാളെ പോകുമ്പോൾ നമുക്ക് ചമ്മന്തിയും ക്യാരറ്റും കൊണ്ടുപോകാമല്ലോ. എങ്ങനെ? കാരണം ഇന്ന് ഫുഡ് കൊണ്ടുപോകാത്തതുകൊണ്ട് വയറിലൊരു ചെറിയ ബ്ലോട്ടിങ് പോലെ തോന്നി. പിന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നാളെ ഇത്തിരി ലക്ഷറി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്ന പരിപാടി സിമ്പിളാട്ടോ. വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് മിക്സിയിലിട്ട് അടിക്കുന്നു. പൊടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സവോള ഇടുന്നു, മുളക് ഇടുന്നു, അടിക്കുന്നു. അത് കഴിഞ്ഞ് പുളി ഇടുന്നു. ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അവസാനം കൂടി കുഴഞ്ഞ് നല്ല പൊടിപ്പരുവത്തിൽ നല്ല കുഴാതിരിക്കും. കുഴാന്നല്ല, നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. അതായിരിക്കും നമ്മുടെ ചമ്മന്തി. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കലൊക്കെ കാണിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രൈപോഡ് എടുത്തുകൊണ്ടൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ കിടിലനായിട്ട് വീഡിയോ എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സംഭവം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പം അത്രയൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു സിനിമ ഇരുന്ന് കാണണം, ഒരു കിടന്നുറങ്ങണം, ഒരു കാലത്ത് ജോലിക്ക് പോകണം. നാളെ നമ്മുടെ വീക്കെൻഡ് ടീം മൊത്തം വരുന്നുണ്ട്. വേറെ ടീമുണ്ട്. കാരണം ഡെലിവറി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹൈ ആണ്. നാളെ കാലത്ത് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്താ സംഭവം കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുപ്രഭാതം. നമ്മൾ ജോലി സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ജോലി തുടങ്ങിയിട്ടില്ല. എന്ത് ചെയ്യാനാ, വന്നേ പറ്റൂ. വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഏതൊരു വെക്കേഷനും സ്റ്റുഡൻസിന് ഗോൾഡൻ ഇറ ആയതുകൊണ്ട് തന്നെ എനിക്കത് സ്കിപ്പ് ചെയ്ത് കളയാനും പറ്റില്ല. അതുകൊണ്ട് വന്നു. അകപ്പാടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തല പ്രവർത്തിപ്പിക്കേണ്ട, ശരീരം മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ശരീരം പ്രവർത്തിക്കുന്നതാണ് പാടുള്ളതും തല പ്രവർത്തിപ്പിക്കുന്നതാണ് എളുപ്പമുള്ളത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, തല പ്രവർത്തിപ്പിക്കുന്നതാണ് പാടുള്ളത്. കാരണം തല ടയർഡായാൽ ഓട്ടോമാറ്റിക്കലി ബോഡി ടയർഡാവും. ബോഡി ടയർഡാണ്, തലയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ ബോഡി പിന്നെയും ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തല പ്രവർത്തിക്കേണ്ട, ബോഡി മാത്രം പ്രവർത്തിച്ചാൽ മതി. കാരണം മറ്റവനില്ലാത്തപ്പോഴാണ് എനിക്ക് തലവേദന. പിന്നെ ഇന്നലെ പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ കുറേ ക്ലയൻറ്റ് വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ. അന്ന് വന്ന ക്ലയൻറ്റുകളിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരുമിച്ച് അയച്ചുകൊണ്ടിരിക്കുക ഡ്രസ്സുകൾ. അപ്പോൾ അത് നമ്മളെപ്പോലത്തെ പാവങ്ങൾക്ക് നെഞ്ചത്ത് കിട്ടണ പണിയായി. കാരണം ഇപ്പോൾ ഡെലിവറി കൂടുതലാണ്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നേക്കും. ഇന്നിപ്പം നമ്മൾ മറ്റേ വീക്കെൻഡിൽ വിളിക്കുന്ന ടീമിനും എല്ലാവരും വിളിച്ചിട്ടും കൂടിയാണ് പരിപാടി നടത്താൻ പോകുന്നത്. ഇനി ഞങ്ങൾ അങ്ങനെയാണ്, എല്ലാവരും വിളിക്കുകയാണ്. സ്റ്റുഡിയോ 24 മണിക്കൂർ റണ്ണിങ് ഉണ്ട്, ആൾക്കാരെ ഹയറിങ് ഉണ്ട്, ഫയറിങ് ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഇത് സമ്മറിൽ ഇപ്പോഴും നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെയും ബാധിക്കും. കാരണം സീസണാണ്. ഇപ്പോൾ എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ. അപ്പോൾ നമ്മൾ പരമാവധി ചെയ്യാൻ നോക്കുന്നു. ഒത്താലൊത്തു, ഒത്തില്ലെങ്കിൽ ഗോപി. ഇപ്പം ഞാനാണെങ്കിൽ കാലത്ത് തന്നെ വന്നിട്ട് ഇതിവിടെ കുറച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് മുകളിൽ പോകാനായിട്ട്. ഞാൻ തല പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ വന്നത് കാലത്തിന് എനിക്ക് മെയിൽ അയച്ചിട്ട് ഈ സിസ്റ്റം ലോഡാവുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഓർത്തത് നിങ്ങളോട് ഒരു ഹായ് പറഞ്ഞില്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്ന്. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജോലി കയറിയിട്ട് 5 മിനിറ്റ്. ഇനിയൊരു 9 മണിക്കൂറുണ്ട്. 9.5 മണിക്കൂറാണ്. കാരണം എൻ്റെ ടീം വരുന്നുണ്ട്, അവർ പാക്കിങ്ങിന്. ഇപ്പം എനിക്ക് കാലത്ത് 1 മണിക്കൂർ എല്ലാ സിസ്റ്റം ഒന്ന് പോയി നോക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് പാക്കിങ്ങിന് വേണ്ടി ടീമിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് റെഡി ആക്കിയിട്ടുള്ള ആ പരിപാടികൾ നോക്കാൻ. അതൊക്കെ തന്നെ. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ജോലിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡ് അല്ല, പക്ഷെ എല്ലാവരും ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പാക്കിങ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരും വന്നിട്ടുണ്ട്. മുട്ട തേയിരിക്കണോ? ഓക്കെ. ഇവിടെ ബാക്കി ടീമുകളൊക്കെ ഇരിക്കുന്നു. അവിടെ 2 പേര്, ഇവിടെ ഒരാൾ, അപ്പുറത്തുള്ള ആൾ എങ്ങോട്ടോ പോയി.
ഞങ്ങൾ മടക്കലാണ്, 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മടക്കൽ. 1000 പ്രൊഡക്ട്സ് മടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നടക്കില്ല, എന്നാലും ഒരു ഇതിന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ മടക്കുന്നു. ആയിരിക്കുന്ന ഡോക്ടറിനെ കണ്ടില്ലേ, പുള്ളി മഞ്ഞ സിസ്റ്റത്തിലേക്ക് കയറ്റും. അങ്ങനെയാണ് പരിപാടി. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഇരുന്നങ്ങോട്ട് മടക്കട്ടെ. ഒരു നീണ്ട ദിവസമായിരിക്കും. എത്ര മണിക്കൂറാണെങ്കിലും ഇരുന്ന് മടക്കാം, പക്ഷേ നമുക്കൊരു 8 മണിക്കൂർ മടക്കിയാൽ മതി. ഇന്നത്തെ ജോലി പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇറങ്ങി. നോമിൻ്റെ കൂടെ 5-6 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കട്ടയ്ക്ക് മടക്കി 800 സംതിങ് മടക്കി. സന്തോഷം, അത് മതി, ധാരാളം. അപ്പോൾ ഇച്ചിരിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ നാളെ തിരിച്ചു വരുമ്പോൾ പിന്നെയും നിറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇന്നിപ്പോൾ 6 മോഡൽ ബേ വർക്ക് ചെയ്യണേ. അതുകൊണ്ട് തന്നെ നിറയും നാളെ വരുമ്പോൾ. നാളെ നമ്മൾ ഷൂ ആണ് പാക്ക് ചെയ്യാൻ പോണേ. നാളെ ഞാൻ മനസ്സിൽ കൂട്ടിയേക്കുന്നത്, അറിയാൻ പാടില്ല, നാളത്തെ കാര്യമല്ലേ. അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്നിനി പോയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അത്രയൊക്കെ തന്നെ. ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങൾ. പരീക്ഷയുടെ കാര്യം മൊത്തം ഞാൻ പറഞ്ഞു തീർത്തിരുന്നില്ലല്ലോ. ഞാൻ മൊത്തം പരീക്ഷകളൊക്കെ കണക്ക് കൂട്ടി, എത്രണ്ണം എഴുതി, എത്രണ്ണം പൊട്ടി, എത്രണ്ണം പാസ്സായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ പറയാം, മെഡിസിൻ പഠിക്കാൻ ആരെങ്കിലും പോളണ്ടിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ. മെഡിസിൻ്റെ കേസാണ്. ബാക്കി കോഴ്സുകളുടെ കേസ് ഇത്രയും പാടില്ല. മെഡിസിൻ അപാരമായിരിക്കും. പരീക്ഷ എഴുതി ഒരു പരിവവും. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കൊരു 1.25 മാസം പരീക്ഷ ഉണ്ടായിരുന്നു. 1.25 മാസത്തിൽ ഞാൻ എഴുതി കൂട്ടിയതൊരു 26 പരീക്ഷ എഴുതി. അതിനകത്ത് 25 പാസ്സായി, 1 പൊട്ടിയത്. ഇനിയിപ്പോൾ സെപ്റ്റംബറിലാണ് നമുക്ക് ഇത് പറഞ്ഞേക്കണേ. സെപ്റ്റംബറിൽ എഴുതും. കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതാണ് പരീക്ഷയുടെ കാര്യം. ഇനിയിപ്പോൾ കോളേജിൽ ക്ലാസ് വരുന്ന കാര്യങ്ങൾ പറയാം. ഒരു പ്രൊഫഷണൽ കോഴ്സ്, ഇപ്പോൾ എൻ്റെ മെഡിസിൻ പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിസിൻ പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിങ് 3-4 വർഷത്തിന് മേലുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ മിക്കതും ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് കാണും. അതല്ലാത്ത പക്ഷേ ഇപ്പോൾ ചെറിയ കോഴ്സുകളുണ്ട്. ഞാൻ കോഴ്സുകൾ എടുത്ത് പറയുന്നില്ല, ചെറിയ ഡിഗ്രി കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ കൂട്ടുകാരുണ്ട്, മാസത്തിൽ 1 ക്ലാസ് ഉള്ളവരും ഉണ്ട്. അത് പലരും ഇപ്പോൾ ഗ്രാജുവേറ്റ് ആവുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ക്ലാസ്സിൽ പോയേക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലിക്കാണ് പോയേക്കണേ. ഇപ്പം എനിക്കങ്ങനെ പറ്റൂല. ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ജോലി. ഇപ്പം എൻ്റെ ഹോസ്റ്റലിൽ തന്നെ വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കുറവെന്ന് പറയുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ജോലിക്ക് പോകുന്നുള്ളൂ. ഇപ്പം ഞാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിലവ് ഞാൻ നോക്കുന്നതല്ലേ ഒരു പരിധി വരെ നല്ലത്. കാരണം ഇത്രയും പ്രായമായി, ഇനിയെങ്കിലും എൻ്റെ ചിലവ് ഞാൻ നോക്കിയില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നു. പിന്നെ ജോലിക്ക് പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം കാരണം ഞാൻ പോകുന്നു. വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വേണേൽ പോയാൽ മതിയെന്ന്. പിന്നെ അവരെ ഇതിനും കൂടി ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ. ഫീസ് ഓൾറെഡി അവർ തരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചിലവിന് വേണ്ടത് ഞാൻ നോക്കുന്നു. ഇതാണ് ആ ഒരു പരിപാടി. ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 1 ലോഡ് ആൾക്കാർ വെറ്റിനറി പോളണ്ടിൽ നോക്കുന്നുണ്ട്. പോളണ്ടിൽ നിന്നല്ല, യൂറോപ്പിൽ നോക്കുന്നുണ്ട്. ദൈവത്തോർത്ത് യൂറോപ്യൻ യൂണിയന് പുറത്ത് പോയി പഠിക്കരുത്. പഠിച്ചിറങ്ങിയിട്ട് പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാവില്ല. ഞാൻ അതിൽ പെട്ടേക്കുന്നതാണ്. നിങ്ങളും കൂടി പോയി പെട്ടുകൊടുക്കരുത്. അതേപോലെ തന്നെ വെറ്റിനറിയുടെ കേസല്ല, എല്ലാ കോഴ്സിനും ഇതേപോലെ തന്നെ ഉണ്ട് അക്രഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ. ഏജൻസിക്കാർ എന്ന് പറയുന്ന വർഗം പറയണ തള്ളുകൾ കേട്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അവർ പറയണ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്ത്, നിങ്ങൾ പറയണ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണ ഏജൻസിക്കാരെ കണ്ടുപിടിച്ച് അവർ വഴി അഡ്മിഷൻ എടുക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. MBBSൻ്റെ കാര്യം പിന്നെ ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞേക്കുന്നതാണ്. കഥയില്ലാത്ത കഥയാണ്. നാട്ടിൽ പഠിച്ചാൽ നല്ലത്, അത്രയും ഞാൻ പറയുള്ളൂ. പിന്നെ പുറത്ത് പോയി പഠിക്കണമെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഉള്ള ഏതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കുക. വേറെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള. ലക്ഷറി മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര മഴയായിരുന്നു. കുറുക്കൻ്റെയും വേറെ ആരുടെയൊക്കെ കല്യാണം ആയിരുന്നു. ഭാഗ്യം, എനിക്കെപ്പോഴും ഭാഗ്യമാണ് മഴയുടെ കേസിൽ. ഞാൻ നനഞ്ഞില്ല. ഞാൻ ട്രാം കയറിയപ്പോൾ പെരുമഴ തുടങ്ങി, ട്രാം ഇറങ്ങിയപ്പോൾ മഴ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് കയറാം. അതേ ഹോസ്റ്റലിൻ്റെ മുറ്റത്താണ് ഞാൻ. ഹോസ്റ്റലിലേക്ക് കയറുന്നു, താക്കോല് മേടിക്കുന്നു, മുറിയിൽ പോകുന്നു, ദേഹം കഴുകുന്നു. ദേഹം കഴുകിക്കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷനിൽ എൻ്റെ കാർഡ് കൊടുത്ത് താക്കോല് മേടിക്കണം. പക്ഷേ താക്കോല് മേടിക്കണം. പക്ഷേ എന്നവർക്ക് അറിയാം വെക്കേഷനിൽ ഞാനും കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ കാണുള്ളൂ. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ താക്കോല് തരും. കണ്ടോ, അതിനകത്ത് എൻ്റെ ലോക്കറ്റും ഉണ്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ വെഞ്ചിരിച്ചുകൊണ്ടെന്താ മാതാവിൻ്റെ. എന്നോട് റിസപ്ഷനിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കയറാം. എന്നെ കാണുമ്പോൾ അവർ താക്കോലെടുത്ത് തന്നോളൂ. അതല്ലാത്ത പക്ഷം കാർഡൊക്കെ കാണിക്കണം. പിന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല.
റെൻറ്റിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിരുന്നു. സാധാരണ സമയത്ത് എനിക്കൊരു പ്രൈസ്, വെക്കേഷൻ സമയത്ത് എനിക്ക് വേറൊരു പ്രൈസ്. അങ്ങനെയാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ റെൻറ്റിൻ്റെ കേസ്. അത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയാൻ പാടില്ല, അങ്ങനെയാണ്. ഇപ്പോൾ വെക്കേഷൻ അല്ലാത്ത സമയത്ത് ടു ബി പ്രിസൈസ് 950 സ്ലോട്ടി. വെക്കേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 കിടക്കും. അങ്ങനെയാണ് എൻ്റെ റെൻറ്റ് വരുന്നത്. അത് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ പോളണ്ടിലേക്ക് വരുന്നവർ അക്കോമഡേഷൻ്റെ കാര്യം നോക്കുന്നവരുണ്ട്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വരുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലാത്ത പക്ഷം OLXോ ഫേസ്ബുക്കോ അതിൽ നിന്നൊക്കെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുക. അയ്യോ, വന്നു, ഇട്ട ചെരുപ്പ് പുറത്തിട്ടു, ചെരുപ്പ് മാറി, നേരെ മുറിയിലേക്ക് കയറി. അയ്യോ, താക്കോൽ അവിടെ ഇട്ടു, നേരെ അടുക്കളയിലേക്ക് വന്ന് അടുക്കളയുടെ വാതിൽ ഞാൻ അടച്ചില്ലേ, അത് തുറന്നിട്ടേക്കാം. ഞാൻ കുറച്ച് നേരം കാറ്റുള്ള വേണ്ടി ഇവിടെ വന്നിരിക്കും. അപ്പം അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. ഇനി നമ്മുടെ പരിപാടി കുളിക്കുക, ഫുഡ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുക. ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കനെ പുറത്തെടുത്ത് വെക്കട്ടെ. കാരണം ഇന്നലെ ഞാൻ ചിക്കൻ കുട്ടനെ മാരിനേറ്റ് ചെയ്ത് കുട്ടപ്പനേക്ക് വെച്ചായിരുന്നു മസാല പിടിക്കാനായിട്ട്. ഏതൊരു സാധനമായാലും മാരിനേറ്റ് ചെയ്ത് വെക്കണതേ കണ്ടില്ലേ. അങ്ങനെയാണെങ്കിൽ മസാലയൊക്കെ പിടിച്ച് ഒരു ടേസ്റ്റ് വരും കുട്ടപ്പന്. ഇനി ഇന്ന് പുറത്തിനും തണുപ്പ് പോട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇതും കൂടി പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇന്ന് പ്രീഹീറ്റ് ചെയ്താലാണ് അതിൻ്റെ ഒരു സുഖം വരാം. 200 ഡിഗ്രി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഈ ഓപ്ഷനിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് റെഡി ആവട്ടെ. ഇനി പ്രത്യേകിച്ചൊന്നിനില്ല. കുളിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, പഠിക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, നാളെ ജോലിക്ക് പോവുക. അപ്പോൾ ശുഭരാത്രി, ഗുഡ് നൈറ്റ്, ബൈ.